Step 1, wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think real hard about what you wanna be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 Wake up. ഹലോ ഗായ്സ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ തലൈത്തായി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. തലൈത്തായി മാർക്കറ്റിൽ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് നമ്മൾ തായ്ലൻഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിഷുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് സമൂസക്കോൺ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അവിടെയുള്ള തലൈത്തായി മാർക്കറ്റിലാണ്. തലൈത്തായി മാർക്കറ്റ് എന്ന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ, നമുക്ക് നല്ല ഫിഷ് ഫുഡുകളും സീ ഫുഡുകളെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അത് ഫ്രഷ് ആയിട്ട് അവർ ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫിഷുകൾ നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റിൽ പോയി ഫിഷുകൾ നല്ല ഫ്രഷ് ഫിഷ് മേടിക്കാൻ പറ്റുന്നതാണ്. പൻവേ ബാക്കിലുണ്ട്. പൻവേ ഞാനുമാണ് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് അവിടെ പോകാൻ പോകുന്നത്. നമുക്ക് നോക്കാം അവിടുത്തെ കാഴ്ചകളിലൊക്കെ നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ തന്നെ നല്ല വലിയൊരു ബോർഡ് കാണാം. കണ്ടോ, തലൈത്തായി മാർക്കറ്റ് എന്ന് പറയുന്ന വലിയൊരു ബോർഡ്. സംസ്ഥാന പ്രൊവിൻസിൽ മാഞ്ചയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. കണ്ടോ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതിലേക്ക് കയറാം. ഒരു വളരെ ലോക്കലായിട്ടൊരു മാർക്കറ്റാണ് ഇത്. കണ്ടോ, നമ്മൾ തലൈത്തായി മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതൊന്നും സംഭവം എനിക്കറിയില്ല. എന്തൊരു വാമനല്ല, ഒരു ബുദ്ധ സന്യാസി ഒരു കുടയും പിടിച്ചിട്ടുള്ള ഒരു പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കാണാൻ നല്ല രസമുണ്ട്. കാണിച്ചു തരാം. കാണാൻ ഒരു പ്രതിമ നല്ല രസമുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. അൻവേ ഉണ്ട്. അൻവേ നല്ല വെയിലുണ്ട്, നല്ല കട്ട വെയിലാണ്. ജൂണിൽ മഴയാണ് വേണ്ടത്, പക്ഷേ മഴയൊന്നുമില്ല, നല്ല ചൂടുണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡോൾഫിൻ്റെ ഒരു ബോർഡ് കാണാൻ. കണ്ടോ, അടിപൊളിയായിട്ടൊരു ഡോൾഫിൻ്റെ ബോർഡ് ഉണ്ട് ഇവിടെ ഉണ്ട്. കല്ലുമുക്കായി ഇങ്ങനെ പെറുക്കി എടുക്കുകയാണ് അവർ. ഈ തലൈത്തായി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാങ്കോക്കിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു പ്രൊവിൻസാണ് സമൂസക്കോൺ എന്ന് പറയുന്നത്. സമൂസക്കോൺ പ്രൊവിൻസിലാണ് ഈ തലൈത്തായി മാർക്കറ്റ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഏറ്റവും ഫിഷിംഗ് ഹബ്ബ് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫിഷുകൾ തായ്ലൻഡിലെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ഞണ്ടുകളെ കാണാൻ സാധിക്കും. ഞണ്ടുണ്ട്, കൂന്തലുണ്ട്, കക്കയുണ്ട്, നല്ല ഗംഭീരമായ ഒരുപാട്. അൻപത് ഇത് നോക്കിത്തറോ, വലിയ കൊഞ്ചൻ കണ്ടോ, വലിയ കൊഞ്ചൻ്റെ അതാ കൊഞ്ചൻ കാണാൻ സാധിക്കും. അതാ കൊഞ്ചനൊക്കെ 230 കണ്ടോ കിലോന്. ഇതിൻ്റെ പൈസ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 230 കിലോന് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് ഫിഷുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. തായ്ലൻഡിലെ എന്താ പറയുക, നമ്മുടെ ആവലിയാണ് കേട്ടോ, 400 ഭാഗത്താണ്. തായ്ലൻഡിലെ ഏറ്റവും കൂടുതൽ ഫിഷ് വരുന്ന ഫ്രഷായിട്ട് നമുക്ക് ഫിഷുകൾ നമുക്കിന്ന് മേടിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഫിഷ് വരുന്ന ഒരു സ്ഥലമാണ് ഈ തലൈത്തായി മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താ കുറേ കൊഞ്ചിനെ ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രതിക ഉണ്ടോ, അൻവേ ഊരി പോയി നോക്കണം. അൻവയുടെ ഉണ്ട്. അൻവേ ഇങ്ങനെ ഫിഷിനെ കണ്ടിട്ട് അന്താളെ ചുറ്റിയാണ്. കണ്ടോ, ഒരുപാട് മീനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ എല്ലാം ഒന്ന് ചുറ്റി കാണുക, എന്നിട്ട് മാത്രമേ സാധനം മേടിക്കാൻ പാടുള്ളൂ. കാരണം ഓരോ സ്ഥലത്തും ഓരോ ഷോപ്പിലും ഓരോ പ്രൈസാണ്. ഇവിടെ കുറേ കൊഞ്ചിനെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാർ ഐസിങ് ആണ് അറിയിക്കുന്നുണ്ട്. ഇഷ്ടമായ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെന്ത് സാധനം ഇതുണ്ടോ, ഇതെന്ത് നീ ആ സാധനം ഞണ്ടിനെ കണ്ടോ, നീ ഞണ്ട് കണ്ടോ, ഞണ്ട് ഇത് നമ്മുടെ നാട്ടിലെ അയില ഇതാണ് അയില കണ്ടോ. അയിലുണ്ട്, കക്കയുണ്ട്, കല്ലുമ്മക്കായുണ്ട്. ഇത് നമ്മളെ മറ്റേ വേറെ മീനാണ്. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay. ഫ്രഷ് ഫിഷ് മാത്രമല്ല, നമുക്ക്
ഇവിടുന്ന് ഒരുപാട് ഉണക്ക് ഫിഷുകൾ നമുക്കിവിടുന്ന് നമുക്ക് പച്ചക്കറി ഉണ്ട്, ഉണക്ക് ഫിഷുകളും പച്ചക്കറിയും എല്ലാം നമുക്കിവിടുന്ന് മേടിക്കാവുന്നതാണ്. ഇവിടെ ഫുള്ള് കൊഞ്ചൻ്റെയും കൂന്തൽ നോക്കടാ അൻപഞ്ഞുണ്ടോ, ഉണക്ക് മീനാണ് കണ്ടോ, കൂന്തൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണവ, കൂന്തൽ, എന്തെല്ലോ മീനുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. അതെല്ലാം പാക്കറ്റ് ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇഷ്ടംമാതിരി പാക്കറ്റ് ആക്കി വെച്ച് ഭയങ്കര രസമുണ്ടാണ് അത് കാണാൻ. നല്ല ടൈറ്റിലും വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോദിക. അപ്പോൾ തായ്ലൻഡിൽ വരുവാണെങ്കിൽ തായ്ലൻഡിലെ മാഞ്ചായിൽ ഈ ഒരു തലാറ്റി മാർക്കറ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് അയില, ഇങ്ങനത്തെ ഉണക്ക് മീനുകൾ, ഫ്രഷ് മീനുകളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഹോദികാഫുണ്ടോ അതുണ്ട്. ഒരുപാട് ഉണക്ക് മീനുകൾ നമുക്ക് കാണാം. ഹോദിക്കുണ്ടോ ഉണ്ട്. അവന് മീൻ പാക്ക് ചെയ്യുന്നത് ഇതൊരുമാതിരി ഇതുപോലത്തെ ഉണ്ട്. മീൻ പാക്ക് ചെയ്യുന്നുണ്ട്, നല്ല പാക്കറ്റിലാക്കിയിട്ട് നല്ല രസമുണ്ടോ. നാരങ്ങയിലും വെച്ചിട്ട് ഒരു പാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഇങ്ങനെ കിലോ നോക്കിയ ശേഷം ഇതിനകത്ത് വന്നിട്ട് ചെറിയ പാക്കറ്റ് ഉണ്ടോ, ആ പാക്കറ്റിലാക്കിയിട്ട് ഫിഷ് ആദ്യമായിട്ടാണ് ഇങ്ങനെ പാക്കറ്റിലാക്കി കൊണ്ടുവന്ന് ഞാൻ കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇത് നാരങ്ങയുണ്ട് തോന്നുന്നുണ്ടോ. ഉണക്കാണോ അല്ലെങ്കിൽ ഫ്രഷ് ഫിഷാണോ ഒന്നും അറിയില്ല. ഇതൊന്നും മിക്കവാറും ഉണക്കാൻ തോന്നുന്നുണ്ടോ. ഒരുപാട് പാക്കറ്റിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊരു പാക്കറ്റ് അനി എത്ര നീ പാക്കറ്റ് എത്ര อันนี้หรือเปล่า170 170 นี่ชื่ออะไรคะ อันนี้ป้ายที่ไหน คะบ้านแถวจ้ะ ഇത് പല സ്ഥലങ്ങളിലേക്ക് അവർ കൊണ്ടുവന്നാണ് അയക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കും. ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് നോക്കാം നമുക്ക്. ഇതാക്കുമ്പോൾ ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ചെയ്ത് നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം. ഓക്കെ, ഇതുവരെ അൻപോ ഇതുവരെ മെനു ആണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഒരുപാട് മെനൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോന്നും റേറ്റ് കൂടെ എഴുതിയിട്ടുണ്ട്. ഇഷ്ടമായ ഫുഡുകൾ നമുക്കിവിടെ ഉണ്ട്. നമ്മളെന്തായാലും എല്ലാം ട്രൈ ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ മെനു ഒക്കെ കാണിച്ചു തന്നിരുന്നു. ചെറിയ 250 ഭാഗത്തുണ്ട്, 250 ഭാഗത്താണ് ഇത്. ചില്ലി പേസ്റ്റ്, ഫിക്സ്ഡ് വെജിറ്റബിൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രൈഡ് സ്ക്യൂഡ് 190. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കിയിട്ട് ചേർന്ന് ഓർഡർ ചെയ്യാം. സ്നാപ്പർ വിത്ത് ലെമൺ ഉണ്ടോ, അതിലൂടെ നമുക്ക് ഹോട്ട് സോസ് സ്നാപ്പർ ഏതാ കൊണ്ട് എനിക്ക് എന്താ എന്തിനാണ് നമ്മൾ പറയുന്നത്. ഏതാ കൊണ്ട് ചില ഒരു അടിപൊളി ഉണ്ടായിത്തരുന്നുണ്ട്. ഒരുപാട് ഫിഷുകളുണ്ട്. കൊഞ്ച്, ഇത് നമ്മുടെ കൊഞ്ചൻ സൂപ്പ്, ഫിഷ്, എല്ലാം ഫിഷ് ഐറ്റംസാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഇത് കല്ലുമ്മക്കായ്, കക്ക, അങ്ങനെ ഒരുപാട് ഞണ്ട്, അങ്ങനെ ഒരുപാട് ഫിഷുകളുണ്ട് ഇവിടെ. ഇത് കാണാൻ സാധിക്കും. എന്താ ഫിഷിൻ്റെ ഐറ്റംസിൻ്റെ ഒരു ഇഷ്ടംമാതിരി മെനു ഒക്കെ നോക്കിയിട്ട് എത്രയാണ് മെനു നോക്കിയിട്ട് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാബ് ഫ്രൈഡ് റൈസ് അൻപേക്ക് എനിക്ക് വണ്ടി എടുത്ത് കഴിക്കാനും പിന്നെ 5 രൂപ പാർസൽ മേടിച്ചിട്ട് ക്രാബ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അവർ ആടുന്ന തന്നെ ആ ഫിഷ് നമുക്ക് നമ്മൾ പറയുന്ന ഫിഷ് നമ്മൾ അവിടെ നിന്ന് അവർ സെലക്ട് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്നാണ് അവർ കുക്ക് ചെയ്യുക. അപ്പോൾ അൻപേ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അൻപേ ഭക്ഷണത്തിന് വേണ്ടി നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അവർ കുക്ക് ചെയ്യുന്നുണ്ടോ. നമ്മളെ ഒരു ക്രാബ് ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള സാധനമാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു റൈസാണിത്. അപ്പോൾ അവർ റൈസ് ഫസ്റ്റ് എടുക്കും. ഓക്കെ, നിങ്ങൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഫിഷിൽ ഇതാണ് കേട്ടോ. ഫിഷിൻ്റെ ഇതാണ് ഫിഷ് നമ്മൾ പറഞ്ഞ സാധനം. അത് ഒരു മുറിച്ച് നല്ല വരഞ്ഞ നല്ല സൈഡ് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ഫിഷ്. ഈ ക്രാബ് ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവരെ ഒരു കക്കിരി, പിന്നെ നമ്മുടെ ഒരു നമ്മുടെ മുളക്, ഇത് ഗാർലിക്ക്, പിന്നെ ചോറ്, ക്യാരറ്റ്, പിന്നെ ക്രാബിൻ്റെ ആ സാധനം. ഇത് നമ്മൾ പുതിന അവർ മുറിക്കുന്നുണ്ട്. പുതിന മുറിച്ച് ഇത് നമ്മൾ ഗാർലിക്കാണ്. അത് ഗാർലിക്ക്, അങ്ങനെ മുളക്, ഞാൻ സ്പൈസി അധികം വേണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മളെ ഉള്ളി, ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാം. ഇവിടെ ഓൾറെഡി ഒരു കുറേ സാധനങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്.
കാരണം അവർക്ക് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവർ സംഭവങ്ങൾ നിർത്തിയത്. ഇത് നമ്മുടെ സാധനമാണ് ഉണ്ടാക്കുന്നത്.นึ่งมะนาวมาใส่รสพี่ ഇത് നമ്മൾ ആ ഫ്രൈഡ് റൈസ് ഇത് വേറെ ആർക്കും വേണ്ടിയുള്ള സാധനമാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ സാധനം അവരെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയുണ്ട്. ഒരുപാട് ഫുഡുകൾ അവർ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പക്ഷേ നമ്മളെ ഫുഡുകൾ അവർക്ക് മനസ്സിലാവില്ല. കുറച്ച് പുതിയ എഗ്ഗാണ് കുറേ എഗ്ഗ് ഒരുമിച്ച് ഫുഡ് ചോദിച്ചിട്ടുണ്ടായത്. ഇതാണ് നമ്മൾ റൈസ് ക്യാരറ്റ് റൈസ് വന്നിട്ടിട്ടുണ്ട് അവർ. ഇതും അങ്ങനെ ഇത് ഒരുപാട് ആൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നാത്തത്. ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഒരു മീഡിയം എന്ന് പറഞ്ഞ സാധനം പാർസൽ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിവിടെ കഴിക്കാനുള്ള സാധനം ഞാൻ അന്വേഷിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന സാധനം ഒന്ന് ഞാൻ പാർസലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ക്രാബ് ഫ്രൈഡ് റൈസ് ഇതാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്രാബ് മേലെ വെച്ചിട്ടുണ്ട്. നമ്മളെ കക്കിരി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം ക്രാബ് ഫ്രൈഡ് റൈസ്. പിന്നെ ഒരു ഫിഷിൻ്റെ സാധനം കൂടി വരാനുണ്ട്. അപ്പോൾ അൻവേ നല്ല അടിപൊളി വിശന്നു. നമ്മുടെ ക്രാബ് ഫ്രൈഡ് റൈസിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ക്രാബ് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാൻ മനാവ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിയിൽ തീയെല്ലാം കത്തിച്ചിട്ട് നല്ല ഗംഭീരമായിട്ട് അവർ തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ സാധിക്കും. ഇതാണ് സാധനം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അടിപൊളി ടേസ്റ്റ് സംഭവമാണിത്. നമ്മൾ പൊതുവേ എല്ലാം എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സംഭവമാണ്. ഇതാണ് ഫിഷിൽ പിന്നെ ഗാർലിക്ക് പിന്നെ മുളക് അതിങ്ങനെ അതിൻ്റെ നല്ലൊരു സ്പൈസസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും അൻവേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അൻവേ ഇങ്ങനെ കഴിച്ചോ അൻവയ്ക്ക് നല്ലോണം വിശക്കുന്നതുകൊണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാനിങ് മനാവുന്ന ഒരു സാധനം. അത് നല്ല ടേസ്റ്റ് സാധനം. പിന്നെ കുറച്ച് ചൂരുണ്ട്, നോക്കാം ടേസ്റ്റ് നോക്കട്ടെ. ചൂരിട്ട് നോക്കിയിട്ട് അൻവേ കൊടുക്കാം. അധികം എരിവൊന്നുമില്ല, നല്ല ഇതാ. എടാ അൻവേ ഫിഷ് തിന്നോ. ഇതാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടില്ല എനിക്ക്? നല്ല ഫിഷല്ലേ ഇത്? ഫിഷ് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്. ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സംഭവമാണ്. അൻവേ നല്ല അടിപൊളിയായിട്ട് തിന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്രാബ് ഫ്രൈഡ് റൈസ് ഉണ്ട്. ക്രാബ് ഫ്രൈഡ് റൈസും കൊടുക്കുന്നുണ്ട്. ഓന് ഈ ക്രാബ് ഫ്രൈഡ് റൈസും താനുള്ള ഫ്രൈഡ് റൈസും താനുള്ള ഫിഷും അൻവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒന്നും. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. നല്ല ഗംഭീരമായ ഫിഷാണ്, ടേസ്റ്റ് സാധനമാണ്. നിങ്ങൾക്ക് കാണാൻ നല്ല ഇതുണ്ടോ, നല്ല ടേസ്റ്റ് സാധനമാണ്. അപ്പോൾ നമ്മളെന്തായാലും മീനിൻ്റെ പരിപ്പും അൻവയും എല്ലാം ഒറ്റയ്ക്ക് എടുത്ത് തിന്നുന്നുണ്ട്. നൈസായിട്ട് ക്രാബ് ഫ്രൈഡ് റൈസ് തിന്നുന്നുണ്ട്. മീനും നമ്മളേതായാലും മീനിൻ്റെ പരിപ്പ് നമ്മൾ ഏകദേശം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മീനിൻ്റെ അവസ്ഥ. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? തിന്നോ ഞാൻ. ഇത് നോക്ക് മീനിൻ്റെ സാധനം. ഞാൻ കുറച്ച് മീൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് തിന്നോ. അത് മെല്ലെ നോക്കാം. മുള്ളുണ്ടോ നോക്കും, എന്നിട്ട് നോക്കും. മെല്ലെ മുള്ളുണ്ടോ നോക്കിയിട്ട് തിന്നോ. മുള്ളുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. തിന്നോ തിന്നോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ല സീ ഫുഡും ഒരുപാട് നല്ല ഫ്രഷ് മീനുകളും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നതാണ്. അൻവയും ഞാനും നല്ല അടിപൊളിയായിട്ടൊരു ക്രാബ് ഫ്രൈഡ് റൈസ് ഫിഷ് നമ്മൾ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അധികം വലിയ വിഷയമൊന്നുമില്ല, നല്ല റേറ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വൈബോ ആൻഡ് വൈ സൈനിങ് ഓഫ്.
അൻവ ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നുന്നുണ്ടല്ലോ. അൻവയ്ക്കാണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? തിന്നോ തിന്നോ. ഇഷ്ടപ്പെട്ടിനാ? വെള്ളം കുടിച്ചോ? അതാ വെള്ളതാ ഇതാ ഞാൻ കുടിച്ചോ. അപ്പോൾ ഇതാണ് അതിൻ്റെ റേറ്റ്. ഫിഷിൻ്റെ 330 അതിൻ്റെ ഫിഷിൻ്റെ റേറ്റ്. ഫ്രൈഡ് റൈസ് വലിയ മീഡിയം 150. പിന്നെ നമ്മൾ സ്മോള് അത് പാർസൽ മേടിച്ചിരുന്നു. പിന്നെ എക്സ്ട്രാ എല്ലാം കൂടി 555 പാത്രമാണ് ആയത്. വലിയ വിഷയമില്ല.